Gestal Opticals, opposite TB Hospital, Karivelipadi, Kochi. ആധുനിക രീതിയിലുള്ള സമുദ്ര പഠന ഗവേഷണം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ആഗോള നിലവാരത്തിലുള്ള സമുദ്ര പഠന ഗവേഷണ സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ സമഗ്ര വികസനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള IMU ക്യാമ്പസുകളിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IMU has instituted new programs, steadily increased the sanction intact based on demand and promoted maritime education widely through education fair, print and social media and active placement drivers. Totally 21,347 students have passed out of IMU since its inception in 2008. Currently, IMU has an enrollment of 7,156 students studying throughout India in its 6 campuses and affiliated institutions. കൊച്ചിക്ക് പുറമെ വിശാഖപട്ടണം, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ ക്യാമ്പസുകളിലെ അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസ പരിഷ്കരണം എന്നീ മേഖലകളിലാണ് 17 കർമ്മ പദ്ധതികൾ നടപ്പാക്കുന്നത്. ആധുനിക രീതിയിലുള്ള മാരിടൈം കോഴ്സുകൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം പഠനത്തിനും ഗവേഷണത്തിനും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി മാരിടൈം കോഴ്സുകളുടെ കാലാനുസൃതമായ പരിഷ്കരണവും വിദ്യാർത്ഥികൾക്ക് ലോകോത്തര പരിശീലനവും ഉറപ്പാക്കും. കപ്പൽ പ്രവർത്തനങ്ങൾ, നാവിഗേഷൻ എന്നിവയുടെ പരിശീലനത്തിനായി അത്യാധുനിക സിമുലേറ്ററുകൾ, സോളാർ പവർ പ്ലാന്റുകൾ, വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യം, മികച്ച കായിക സൗകര്യം എന്നിവയും ഉറപ്പുവരുത്തും. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളുടെ നവീകരണത്തിനും വികസനത്തിനുമായി ആകെ 67.77 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. So far, India could contribute in the global aspect more than 3,17,000 seafarers. About 10 years back, it was limited to only 1,17,000. Now, even in the sector of women empowerment, now it has grown up to the 13,000. So, I believe, as you know, Honorable Prime Minister Narendra Modi is giving a lot of priorities, emphasis for the growth of the maritime industry and maritime trade in the country, and also setting a target by News Bureau, Kochi.